ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1660. ഇന്ന് ജൂലൈ മാസം 17-ാം തീയതി. ഈ ആണ്ടിലെ 199-ാമത്തെ ദിവസത്തിലെത്തി. നാബോത്തിന്റെ വശത്തങ്ങ് വല്ലാതെ കൂട്ടുകൂടിയിട്ട് ആഹാബിനെ ഒത്തിരി കുറ്റം പറഞ്ഞു എന്ന് തോന്നണ്ട. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ 21-ാമത്തെ അധ്യായത്തില് ഇങ്ങനെയാ രാജാവ് പറയുന്നത്: നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരണം, എന്റെ ചീരത്തോട്ടമാക്കാൻ വേണ്ടിയാണ്, അതെന്റെ അരമനയുടെ അടുത്താണ്. എന്തായാലും എന്റെ മുന്തിരിത്തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന നിന്റെ മുന്തിരിത്തോട്ടം. അങ്ങനെയൊക്കെയാണ് ഓരോരോ ന്യായീകരണങ്ങൾ ഓരോരുത്തരും കണ്ടെത്തുന്ന ന്യായീകരണങ്ങളൊക്കെ ഒന്ന് നടപ്പിൽ വരുത്തണമെങ്കിൽ അധികാരവും ശക്തിയും ഉള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ. അല്ലാത്തവരാവട്ടെ അത്തരം ദുരാഗ്രഹങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് ഉള്ളിൽ തന്നെ അമർത്തേണ്ടി വരുന്നുണ്ട്. രാജാവിന് ഇങ്ങനെയൊരു ആഗ്രഹം തോന്നിയതിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കുറെ കൂടി ഒന്ന് വിപുലപ്പെടുത്താനായിട്ട്, കുറെ കൂടി വിഭവങ്ങളൊന്ന് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇത്തരം ദുരാഗ്രഹങ്ങളിൽപ്പെട്ടാണ് നമ്മളും ശ്വാസം കഴിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വല്ലാതിങ്ങനെ പരക്കം പായുന്നത്. എന്നാണ്, എപ്പോഴാണ് നമ്മൾ മതി എന്ന് പറയുന്നത്? ഒന്നിനോടും അങ്ങനെ ഒരു മതി പറയാനാവാത്ത വിധത്തില് നമ്മൾ വല്ലാതെ കേടുപാടുകളുള്ള മനുഷ്യരായി മാറിയിട്ടുണ്ട് കേട്ടോ. അത് വിഭവങ്ങളോട് മാത്രമല്ല, വൈകാരികതയോടും പറയണം മതി. മാത്രമല്ല, ഇങ്ങനെ നാബോത്തിന്റെ ആ മുന്തിരിത്തോട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോ അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്റെ അരമനയോട് ചേർന്നായതുകൊണ്ട് കുറെ കൂടി എനിക്ക് പ്രയോജനപ്പെടുത്താമായിരുന്നു എന്നൊക്കെ തോന്നുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ചയുടെ ദിക്കും ദിശയുമാണ് ഒന്ന് തിരിഞ്ഞു മറിയേണ്ടത്. മറിച്ച് എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, ഉള്ളതുകൊണ്ട് അവന് കുറച്ചും കൂടി ഇരിക്കട്ടെ എന്ന് തോന്നാൻ പാകത്തിന് എന്റെ കണ്ണ് തുറന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ആവശ്യക്കാരെയോ അവരുടെ ആവശ്യങ്ങളെയോ ഞാനിന്ന് പരിഗണിച്ച് തുടങ്ങിയിട്ടുമില്ല. എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആർത്തിയും അതിനുവേണ്ടിയുള്ള നെട്ടോട്ടവും ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ അപരന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിക്കാനായിട്ട്, അവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ എന്നൊന്ന് ആലോചിക്കാനായിട്ട്. നോട്ടം ഒരിടത്തു നിന്ന് മാത്രമായി പോവുകയാണ്. തീരെ ഇല്ലാതാവുന്ന മറിച്ചൊരു നോട്ടം. സ്വന്തം കാര്യം സിന്ദാബാദ്. അവനവന്റെ ആർത്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിതവും അങ്ങനെ ജീവിക്കുന്ന ജീവികളുമായി നമ്മൾ മാറിയിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവില് നമുക്ക് പ്രാർത്ഥിച്ച് ആമേൻ പറയാം.